ബൈബിളിലെ യോർദാൻ നദി ഇസ്രായേൽക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിലുപരിയായി പെരിയാർ നദി കേരളവുമായി ഇണചേർന്ന് കിടക്കുന്നു. ഈ നദിയുടെ ഉത്ഭവം ശിവഗിരിയിലെ ചൊക്കാംപട്ടി മലയിൽ നിന്നുമാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള നദിയാണ്. 244 കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം. ഈ നദി അറിയപ്പെടുന്നത് ലൈഫ് ലൈൻ ഓഫ് കേരള എന്ന നാമത്തിലാണ്. ഈ നദിയിലാണ് ഇടുക്കി ആർച്ച് ഡാം നിലകൊള്ളുന്നത്. കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ സിംഹഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നുമാണ്. 5398 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ഈ നദി. മുല്ലപ്പെരിയാർ ഡാം ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ തേക്കടി ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഈ നദിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ്. ഈ നദിയോട് ചെങ്ങാത്തം കൂടുന്ന നദികളാണ് മുല്ലയാർ നദി, മുതിരപ്പുഴ നദി, ഇടമലയാർ നദി, ചാലക്കുടി. ഈ നദികളെല്ലാം ചാലക്കുടി പുഴ ഈ നദിയോട് ചേരുന്നത് കൊടുങ്ങല്ലൂർ അടുത്തു വച്ചാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുദത്താൻകെട്ട് ഡാമിന് തൊട്ടു താഴെയുള്ള പാലത്തിൻ്റെ സൈഡിൽ നിന്നുമാണ് കാണുന്നത്. ഫുദത്താൻകെട്ട് കൃഷി ആവശ്യങ്ങൾക്കുള്ള ഒരു ഡാമാണ്. ആ ഡാം കാണുവാൻ നൂറുകണക്കിന് ആളുകൾ വരാറുണ്ട്. കൃഷി ആവശ്യങ്ങൾക്കാണ് ഈ ഡാം നിലകൊള്ളുന്നത്. ഈ ഡാമിന് തൊട്ടു താഴെയായിട്ട് വാഹനങ്ങൾക്ക് പോകാനായിട്ട് പുതിയ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് കോതമംഗലത്തു നിന്നും ഇടമലയാറ്, വടാട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വണ്ടികൾ പോകുന്നത്. ഫുദത്താൻകെട്ട് ഡാമിൻ്റെ താഴെയിൽ നിന്ന് എടുക്കുന്ന ഈ കാഴ്ചകൾ റെക്കോർഡ് ചെയ്യുന്നത് സണ്ണിയാണ്. പതഞ്ഞ് ഒഴുകുന്ന, നുരഞ്ഞൊഴുകുന്ന, തുള്ളിച്ചാടി ഒഴുകുന്ന ഈ നദി വർഷക്കാലത്ത് നിറഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നദി നിറഞ്ഞ് ഒഴുകുന്ന ഒരു സീനാണ്. നീലിമയാർന്ന ആകാശത്ത് നീല നിറത്തിൽ തുള്ളിച്ചാടി ഒഴുകുന്ന ഈ നദി പച്ചയായ ആ പ്രദേശം മുഴുവനും ഹരിതം അണിയിച്ച് വിളവുകൾ നൽകി തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോട്ടങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇവിടെ നിന്നും ഈ നദി ഒഴുകിച്ചേരുന്നത് ആലുവ, കാലടി, ആലുവ, എറണാകുളം സൈഡിലേക്കാണ് പോകുന്നത്. ഈ നദിയിലേക്ക് വന്നു ചേരുന്നത് ചാലക്കുടി പുഴയാണ്. പിന്നീട് കൊടുങ്ങല്ലൂർ വെച്ച് ചേരുന്നു. ഈ നദിയാണ് വേമ്പനാട്ടുകായലിലേക്ക് ചെന്ന് ചേരുകയും വേമ്പനാട്ടുകായൽ അറേബ്യൻ സീയിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യുന്നു. സൗന്ദര്യം നിറഞ്ഞ, കുതിച്ചോടുന്ന, തുള്ളിച്ചാടുന്ന ഈ സുന്ദരിയെ എത്ര കണ്ടാലും മതിയാവുകയില്ല. നൊരഞ്ഞ് പതഞ്ഞ് പൊങ്ങി പൊങ്ങി ഒഴുകുന്ന ഈ നദിയെ കണ്ടു നിൽക്കാൻ ആർക്കാണ് ഇഷ്ടപ്പെടായിക? എല്ലാവരും ഈ സൗന്ദര്യം അനുഭവിക്കണം. എല്ലാവരും ഈ ഫുദത്താൻകെട്ടിലേക്ക് വന്ന് ഒന്ന് കാണണം. പ്രത്യേകിച്ച് വർഷക്കാലത്ത് മരങ്ങളെ തട്ടിത്തഴുകി ഒഴുകുന്ന ഈ നദിയുടെ സൗന്ദര്യവും തണുപ്പും ശീതളതയും എല്ലാം അനുഭവിക്കുക. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നല്ല ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ധാരാളമുണ്ട്. ഇതിനോട് ചേർന്നാണ് കാർമൽ ആശുപത്രി, ആയുർവേദ ആശുപത്രി ഉള്ളത്. ചികിത്സയ്ക്കായി ധാരാളം ആളുകൾ വരുന്നു. ഈ നദിയിൽ നിന്നും പച്ചപ്പ് സ്വീകരിച്ച തേയിലത്തോട്ടങ്ങൾ ഈ നദിയുടെ മുകൾ ഭാഗത്തുണ്ട്. നല്ല തേയിലത്തോട്ടം കണ്ട് നമുക്ക് ആനന്ദിക്കാം. മൂന്നാറിന് പോകുമ്പോൾ ഇവിടെ